ഹായ്, എല്ലാവർക്കും ബിനൂസ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾക്കറിയാം വോക്കിംഗ് എന്നത് ഏറ്റവും സിമ്പിൾ ആയ ഒരു വ്യായാമം ആണെന്ന്. പക്ഷേ നിങ്ങൾ ഫിറ്റായിരിക്കാൻ നോർമൽ വോക്കിംഗ് ചെയ്താൽ പോരാ. അതിന് വേഗത്തിലുള്ള നടത്തം അല്ലെങ്കിൽ ബ്രിസ്ക് വോക്കിംഗ് ചെയ്യണം. നമുക്ക് നോക്കാം നോർമൽ വോക്കിങ്ങും ബ്രിസ്ക് വോക്കിങ്ങും എങ്ങനെയാണ് നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നതെന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ട് റേറ്റിനെ. അതിന് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾക്കെല്ലാം നമ്മുടെ ഹാർട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്യുന്ന ഒരു മാക്സിമം ഹാർട്ട് റേറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഏജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. 220 മൈനസ് നമ്മുടെ ഏജ് ചെയ്താൽ നമുക്ക് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് കിട്ടും. എക്സാമ്പിൾ, ഒരു 35 വയസ്സുള്ള ഒരു വ്യക്തിയുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 220 മൈനസ് 35 ഈക്വൽ ടു 185 ആണ് അയാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. അതായത് 185 ബീറ്റ്സ് പെർ മിനിറ്റ്സ് ആണ്. ആദ്യമായി നമുക്ക് നോർമൽ വോക്കിംഗ് നോക്കാം. നോർമൽ വോക്കിങ്ങിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് മിക്കവാറും മാക്സിമം ഹാർട്ട് റേറ്റിനേക്കാൾ 50% കുറവായിരിക്കും. അത് നമുക്ക് പ്രത്യേകിച്ച് ഫാറ്റ് ബേൺ, സ്റ്റാമിന, വേറെ ഹൃദയ സംബന്ധമായ ഒരു ബെനിഫിറ്റും തരുന്നില്ല. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ ഒരു ലൈറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി നമുക്ക് നോർമൽ വോക്കിംഗ് ചെയ്യാം. പക്ഷേ ബെനിഫിറ്റ്സ് കുറവായിരിക്കും. ഇനി നമുക്ക് ബ്രിസ്ക് വോക്കിംഗ് നോക്കാം. ബ്രിസ്ക് വോക്കിങ്ങിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ 50 മുതൽ 70% വരെ ആയിരിക്കും. ഇതിനെ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി സോൺ എന്ന് പറയുന്നു. ഈ ഒരു സോണിലാണ് ഫാറ്റ് ബേൺ, ഹാർട്ട് ഹെൽത്ത്, എൻഡ്യൂറൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം ചൂടാകുകയും ബ്രീത്തിങ് കൂടുകയും ബോഡി എഫിഷ്യൻ്റായി വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഇനിയും എങ്ങനെ നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം നമ്മൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി സോണിലാണെന്ന്. നമ്മൾ ബ്രിസ്ക് വോക്കിംഗ് ചെയ്യുമ്പോൾ സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി സോണിലാണെന്ന്. നമ്മൾ ഫിറ്റ്നസ്, ഹാർട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് എന്നിവയ്ക്കായി നടക്കുന്നുവെങ്കിൽ നോർമൽ വോക്കിംഗ് ചെയ്യാതെ ബ്രിസ്ക് വോക്കിംഗ് ചെയ്യുക. ഓർക്കുക, നടക്കുമ്പോൾ നമുക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ നടക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.